ലക്ഷ്മി ഈ എവിക്ഷൻ അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് ഇപ്പോ സാബുമോനടക്കം ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. സാബുമോനടക്കം ഒരുപാട് പേര് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. പുറത്തോട്ട് ഇറങ്ങിക്കോട്ടെ. ഈ അനുമോളുടെ പിയാർക്ക് പുറത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യും. ഞാൻ പറഞ്ഞതാ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് ഇപ്പോൾ റെഡിയല്ല. അതുകൊണ്ടായിരിക്കും ആ ലക്ഷ്മി പുറത്തു പോകാൻ കാരണം ചിന്തിക്കുന്നുണ്ടോ? ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഈ ചില ആളുകളുടെ ബാക്കിയുള്ളവരുടെ കാര്യം വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല. അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെനിക്കെന്താ, ഇറ്റ്സ് എ ഗെയിം. അത് കഴിഞ്ഞില്ലേ? ഉണ്ടോ? ഞാൻ വായിച്ചിട്ട് റിപ്ലൈ കൊടുക്കും. ഇല്ല, ഞാൻ 100 ദിവസം കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചല്ലേ പോയി. അപ്പോൾ അങ്ങനെ വലിയ സങ്കടമില്ല. കൺഫെഷൻ റൂമിൽ 5 മിനിറ്റ്സ് കാണിച്ചിരുന്നു. ഞാനിത് ബാക്കിയുള്ള കാര്യം പറയല്ലേ. ഞാൻ അകത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് സംസാരിക്കാനുള്ളതൊക്കെ അകത്ത് തന്നെ പറഞ്ഞു. അതിപ്പോഴും സ്റ്റിൽ സെയിം ആണ്. ഇല്ല, തോന്നിയതല്ലേ? ഇല്ല. അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടല്ലേ പറയും. ഞാൻ സെയിം സ്റ്റാൻഡിങ് ഓൺ ദ സെയിം. ഇല്ല, നെവർ. നോ കമന്റ്സ്. എൻ്റെ കയ്യിലല്ല. മൈക്ക് ആരുടെയൊക്കെയാ? മൈക്ക് ഒന്ന് ഇല്ല, എനിക്കങ്ങനെ ഇറ്റ്സ് എ ഗെയിം. എവിക്ഷൻ ഏതാഴ്ച വേണമെങ്കിലും ആവാം. അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് നെവിനെയാണ് തുടക്കം മുതൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഗെയിമറാണ്, നല്ല ഗെയിമറാണ്. അതൊക്കെ ടൈം കൂടുതലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ സമയമുണ്ട്. അതിനകത്തുള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യം ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ഞാനിപ്പോൾ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഒനിലിൻ്റെ അടുത്ത് ചോദിക്കണ്ടേ? എന്നോടല്ലല്ലോ ചോദിക്കണ്ടേ? എനിക്കറിയത്തില്ല. അത് ഒനിലോട് ചോദിക്കണം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടില്ല. വന്ന ഹാപ്പിയാണ്. മോൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. വന്ന പാടെ അങ്ങനെ അമ്മയെ കണ്ടിട്ടില്ല. ആ ഒരു ഇതിൽ നിൽക്കുക. എല്ലാവർക്കും താങ്ക് യു. വന്ന കുറേ പേരൊക്കെ ദൂരെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവർക്കും താങ്ക് യു. ഒത്തിരി സ്ഥലത്തു നിന്നൊക്കെ വന്നവർ ഹായ്. എല്ലാവർക്കും ഹായ്. ഇല്ല, ലക്ഷ്മി പുറത്ത് കുറെ ഫാൻസ് ഉണ്ട് കേട്ടോ. മതിയല്ലോ, അവള് പറഞ്ഞില്ലേ എല്ലാം, ആവശ്യത്തിനുള്ളതെല്ലാം ആയല്ലോ. ഓക്കെ, ഹാപ്പിയാ? ഗെയിം അല്ലേ മോനെ? ബിഗ് ബോസിൽ വന്നതിന്റെ എന്തെങ്കിലും നോക്കി നടക്കണ വീടല്ലേ കേട്ടോ? ലക്ഷ്മി ബിഗ് ബോസിൽ ഇപ്പോൾ പോയതിന് വന്നതിന് ശേഷം നടക്കാം. മോനെ മീഡിയാസിന് വേണ്ടി എല്ലാം കിട്ടിയല്ലോ. പ്ലീസ് ആ കുഞ്ഞുമായിട്ട് അവളൊന്നും മിങ്കിൾ ചെയ്യട്ടെ പ്ലീസ് മോനെ. വീടല്ലേ കുഞ്ഞുങ്ങളെ, വീടല്ലേ? ലക്ഷ്മി ചേച്ചി ആതിരക്ക് വീട്ടിലേക്ക് ക്ഷണിച്ചാ പോകുന്നുണ്ടോ? റിപ്ലൈ തരത്തില്ല. സ്ഥലം ഞാൻ റിപ്ലൈ തരത്തില്ല. ചോദിച്ചാലും തരത്തില്ല. എന്നാലും വീട്ടിലേക്ക് പോവോ? ഇല്ല, മാറിക്കേ. അല്ല, ആതിരന്റെ അവിടെ പോണീന് കുഴപ്പമില്ലല്ലോ. എവിടെയെങ്കിലും പോണോട്ടെ, വിട്ടേക്ക്. ഫുഡ് കഴിക്കാമല്ലോ. അവരൊക്കെ മിസ് ചെയ്യോ? ഞങ്ങള് ഫിനാലെ എപ്പിസോഡിൽ ഇപ്പൊ തിരിച്ചു പോകും. പിന്നെ എന്താ മിസ് ചെയ്യാനാണ്? ലൈക്ക് എ ഫാമിലി അല്ലേ അവിടെ? എന്താ ഉദ്ദേശിച്ച്? അതായത് ലൈക്ക് എ ഫാമിലി അവരെല്ലാവരും.
ആ ഡ്രൈവർ ചേട്ടാ ഒരുപാട് ആരാധകരുണ്ട് അവിടെയോ അവിടെ കൊച്ചു ദേ ദേ കൊച്ചുണ്ട് താങ്ക് യു സോ മച്ച് സുഖമല്ലേ എന്ത് വിശേഷം ചേട്ടാ കുറച്ച് എല്ലാവരും ബാക്കിലോട്ട് ഇത്തിരി ഒന്ന് ബാക്കിലോട്ട് ചേട്ടാ പ്ലീസ് കുറച്ചൊന്നും ബാക്കിലോട്ട് നിൽക്കും ചേട്ടാ ഇവിടെ നമുക്ക് ഇവിടെ കുഞ്ഞാണെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവും ചേട്ടാ കുറച്ച് ബാക്കിലോട്ട് പ്ലീസ് പ്ലീസ് കണ്ടായിരുന്നു എല്ലാ ദിവസവും കണ്ടായിരുന്നു ലക്ഷ്മി ഇവിടെ ഇങ്ങനെ തള്ളല്ലടാ എടാ ഒരൊന്നും മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റില്ല ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്താണ് നിങ്ങൾ കള്ളി കയറുന്നേ ഒരു മയം കാണിക്ക് ഒരു വെയിറ്റ് ചെയ്യ് ഇങ്ങനെ കളിച്ച് എന്താ ചെയ്യാൻ പറ്റുമോ അവിടെ നിന്ന് കൊടുക്കേ ഐശ്വര്യ ഇവിടെ ഐശ്വര്യ ഇവിടെ നിർത്തിക്കോളെ ലക്ഷ്മി ചേച്ചി സംസാരിച്ചോ എങ്ങനെയുണ്ടായിരുന്നു ലക്ഷ്മി എങ്ങനെയുണ്ടായിരുന്നു ലക്ഷ്മി ബിഗ് ബോസ് യാത്ര എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് കണ്ടോട്ടെ മോനെ 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 കണ്ടോട്ടെ മോനെവിടെയാ മോനെ പിന്നെ വിളിക്കുക ഈ തിരക്കിനിടയിൽ വിളിച്ച് ഹായ് ലക്ഷ്മി കുട്ടി സുഖല്ലേ എവിടെയാ ലക്ഷ്മി എങ്ങനെയുണ്ടായിരുന്നു ലക്ഷ്മി ഹൗ വാസ് ദ ഫ്ലൈറ്റ് എവിടെ നിൽക്കണ്ടേ ഞാൻ ഓടി പോകത്തില്ല ഇവിടെയാണ് സംസാരിക്കാം എല്ലാവരും